സുഹൃത്തുക്കളെ, പശുവിനെ ആസ്പദമാക്കിയുള്ള ആഗോള ഉച്ചകോടിയും പ്രദർശനവും എന്ന നിലയിൽ കഴിഞ്ഞ സെപ്റ്റംബർ 4 ജയ്പൂരിൽ ഗൗ മഹാകുംഭ് മഹോത്സവം സംഘടിപ്പിക്കുകയുണ്ടായി. മുഖ്യ സംഘാടകരിൽ ഒരാൾ 55-കാരനായ അഭിഭാഷകനും കൂടിയായ പ്രദീപ് ഗുപ്തയായിരുന്നു. തൻ്റെ സ്വദേശമായ കോട്ടയിലെ ഗായത്രി കുടുംബ ഗൗശാല സമിതിയുടെ സ്റ്റാൾ നോക്കി നിൽക്കുന്ന ഗുപ്ത പ്രദർശനത്തിന് വച്ചിരിക്കുന്ന വിവിധ ലേബലുകളിലുള്ള കുപ്പികളെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ പുഞ്ചിരിയോടെ മറുപടി പറയുന്നുണ്ട്. ഇവയെല്ലാം വ്യത്യസ്ത രോഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാവിധ ഔഷധത്തിൻ്റെയും പ്രധാന ഘടകം ഗോമൂത്രമാണ്. ഭാവിയിൽ ഓരോരുത്തരുടെ വീട്ടിലും പശു വളർത്തുക. കാരണം ഗോമൂത്രവും പശുവിൻ്റെ ചാണകവും ലിറ്ററിന് അല്ലെങ്കിൽ കിലോഗ്രാമിന് 100 രൂപ നിരക്കിൽ വിറ്റഴിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഗുപ്ത ഫാറ്റി ലിവർ രോഗത്തിന് മരുന്ന് ചോദിച്ച ഒരു സന്ദർശകന് ഒരു കുപ്പി കൈമാറുന്നു. സ്വയം ഹിന്ദുത്വവാദിയാണ് എന്ന് തൻ്റെ വ്യക്തിത്വം വിശേഷിപ്പിക്കുന്ന ഗുപ്ത 4 ഗൗശാലകളുമായി ബന്ധമുള്ള ആളാണ്. ഇപ്പോൾ രാജസ്ഥാൻ ഹൈക്കോടതിയിൽ അഭിഭാഷക പ്രവർത്തനം തുടരുന്നതോടൊപ്പം പശു ഉൽപ്പന്നങ്ങളുടെ വിവിധ ഗുണങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് സ്വമേധയാ പ്രവർത്തിക്കുന്നതായും അദ്ദേഹം പറയുന്നുണ്ട്. പിക്കാലത്ത് പശു ഉൽപ്പന്നങ്ങളെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടക്കുന്നത് നല്ല കാര്യമാണെന്നും അത് മോദിജി അധികാരത്തിലെത്തിയതുകൊണ്ടും വിഷയങ്ങളോടുള്ള പൊതുജനങ്ങളുടെ താല്പര്യം കൊണ്ടുമാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഹൃദ്രോഗികൾക്കുള്ളത് അർജുൻ ആർക്ക് ആണ്. ഡോക്ടർമാർ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചവർക്ക് പോലും ഇത് ഉപയോഗിക്കാം. അസ്ഥിവേദന അനുഭവിക്കുന്നവർക്ക് നിർഗുന്തി ആർക്ക് മരുന്ന് ആശ്വാസമാകും. വൃക്കരോഗികൾക്കുള്ളത് വർണു ഗോക്രു ആർക്ക് ആണ്. ഗോ തീർത്ത് ഒരു ആൻറ്റിബയോട്ടിക് ആണ്. ഇത് ചുമ, ജലദോഷം, ആസ്മ എന്നിവയ്ക്ക് ചികിത്സയ്ക്ക് ആയി പ്രവർത്തിക്കുന്നു. ഇവയൊക്കെ ഗോമൂത്രം അടിസ്ഥാനത്തിൽ നിർമ്മിച്ചതാണ്. ഗോമൂത്രം വൈദ്യഗുണങ്ങളിൽ സമൃദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുപ്ത സ്റ്റാളിൽ നിരത്തിവെച്ചിരിക്കുന്ന വിവിധ ഗോമൂത്ര ഔഷധങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്. അപ്പോൾ അവിടെ നടന്ന ചടങ്ങിൽ മുൻ ഗവർണർമാർ, മന്ത്രിമാർ, മുൻ MLA മാർ എന്നിവരും പങ്കെടുത്തിരുന്നു. ഈ മഹാമാളയുടെ 2 പ്രദർശന ഹാളുകളിലെ അനവധി സ്റ്റാളുകളിൽ പശുവിൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കുണ്ട്. നെയ്യ്, പാല്, വളങ്ങൾ, ഗോബർ, അതുപോലെ പ്രോസസ്സിംഗ് മെഷീനുകൾ, പശു ചാണകത്തിൽ നിന്നുള്ള കലാസൃഷ്ടികൾ, പശു ചാണകം ഉപയോഗിച്ചുകൊണ്ടുള്ള പേപ്പറുകളും നോട്ട് ബുക്കുകളും സ്റ്റേഷനറി സാധനങ്ങളും അതുപോലെ സൗന്ദര്യ വസ്തുക്കളും നിരത്തിയിട്ടുണ്ട്. പല സ്റ്റാളുകളും ഗോമൂത്രത്തിൽ നിന്നുള്ള ഔഷധത്തിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മലബന്ധം മുതൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങൾ ചികിത്സിക്കാമെന്ന അവകാശങ്ങളോടെയാണ് ഇവ വിപണനം ചെയ്യപ്പെടുന്നത്. വൃക്കരോഗങ്ങൾ ചികിത്സിക്കുന്നതിൽ ഗോമൂത്രത്തിൽ നിന്ന് ഞങ്ങൾ അത്യുത്തമമായ ഫലങ്ങൾ കണ്ടിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന രോഗികൾ ഗോമൂത്രത്തിൽ നിന്നുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം സുഖം പ്രാപിച്ചുവെന്നും ഇനി അവർക്ക് ഡയാലിസിസ് വേണ്ടിവരില്ല എന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഗോമൂത്രം ശരീരം ശുദ്ധീകരിക്കുന്നു. അതിൻ്റെ പ്രവർത്തനം ഒരു ഡിറ്റോക്സ് പോലെയാണ് എന്ന് രാജസ്ഥാൻ ഗൗ സേവാ സംഘത്തിൻ്റെ സ്റ്റാൾ നോക്കി നിൽക്കുന്ന ഭാനുപ്രകാശ് എന്നൊരാൾ പറയുകയുണ്ടായി. ഇപ്പോൾ രാജസ്ഥാൻ ഗൗ സേവാ സംഘത്തിൻ്റെ ഒരു ബ്രോഷറിൽ ഗോമൂത്രം കൊണ്ട് ചികിത്സിക്കാമെന്ന് അവർ അവകാശപ്പെടുന്ന രോഗങ്ങളുടെ ഒരു പട്ടിക തന്നെ നൽകിയിട്ടുണ്ട്. അതിൽ ക്യാൻസർ, വൃക്കരോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ, ആസ്മ, മാനസിക അസുഖങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഇപ്പോൾ ഒരു സ്റ്റാളിൽ ഇപ്പോൾ രാജസ്ഥാനിലെ ജോധ്പൂർ ജയിലിൽ കഴിയുന്ന സ്വയം പ്രഖ്യാപിത ഗോഡ്മാൻ ആസാറാം ബാപ്പുവിൻ്റെ വലിയൊരു ചിത്രം വെച്ചിട്ടുണ്ട്. ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ കുറ്റക്കാരനായി കോടതി വിധിക്കുകയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെ ഗൗ മഹാകുംഭിലേക്ക് വന്നത് രാജസ്ഥാനിലെ ടോക്ക് ജില്ലയിൽ നിന്നുള്ള മറ്റ് ആസാറാം ഭക്തരോടൊപ്പം ചേരാനാണെന്നും അവർ പശു ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഈ സ്റ്റാൾ സംയുക്തമായി നടത്തുകയാണെന്നുമാണ് സംഘാടകർ പറയുന്നത്. ഇപ്പോൾ ഗോമൂത്രം ചേർത്തുണ്ടാക്കുന്ന നമ്മുടെ ഭൂരിഭാഗം മരുന്നുകളും വിറ്റ് തീരാൻ പോകുന്നു. ആവശ്യകത അത്ര വലുതാണ് എന്നാണ് സംഘാടകർ പറയുന്നത്. മറ്റൊരു സ്റ്റാൾ മനോജ് ദൂട്ട് എന്ന വേദിക് പെയിൻറ് നിർമ്മാതാവിൻ്റേതാണ്. കോൺക്രീറ്റിന് പകരം ഗൗക്രീറ്റ് എന്ന് പറഞ്ഞാൽ പശു ചാണകത്തിൽ നിന്നുള്ള പ്ലാസ്റ്റർ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം ശക്തമായി വാദിക്കുകയുണ്ടായി. വേദിക് പ്ലാസ്റ്റർ പശു ചാണകവും അതുപോലെ തന്നെ ചുണ്ണാമ്പ് പോലുള്ള ഘടകങ്ങളും ചേർത്താണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ സിമെൻറ്റിനും മണലിനും പകരം ഇവയാണ് ഉപയോഗിക്കുന്നത്. പെയിൻറ്റ് പശു ചാണകത്തിൽ നിന്നുള്ളതാണ്. വേദിക് പ്ലാസ്റ്ററും പെയിൻറ്റും ഉപയോഗിച്ചാൽ വേനൽക്കാലത്ത് മുറിയുടെ താപനില കുറയും, ശീതകാലത്ത് കൂടും, വീടിൻ്റെ എനർജി മെച്ചപ്പെടുമെന്നാണ് ഇത്തരക്കാരുടെ വാദം. സനാതനവും ശാസ്ത്രവും ഒരേ പാതയിൽ നടക്കാനാവില്ല. ഗൗ മഹാകുംഭിലെ സെമിനാർ ഹാളിൽ ചെന്നൈയിലെ പഞ്ചഗവ്യ വിദ്യാപീഠത്തിൻ്റെ ഗുരുകുലപതിയായിരുന്ന നിരഞ്ജൻ കെ വർമ്മ പശുവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നീണ്ട പ്രസംഗം നടത്തി. പ്രസംഗത്തിനിടെ അദ്ദേഹം ആധുനിക ശാസ്ത്രത്തെ കടുത്ത വിമർശനത്തിന് വിധേയമാക്കി. സനാതനവും ശാസ്ത്രവും ഒരേ പാതയിൽ നടക്കാനാവില്ല. കാരണം സനാതനം വികസനത്തിൻ്റെ അച്ചുതണ്ടാണ്, ശാസ്ത്രം നാശത്തിൻ്റെ അച്ചുതണ്ടാണ്. ആധുനിക ശാസ്ത്രത്തിലെ എല്ലാ കണ്ടെത്തലുകളും നാശത്തിനുള്ളതാണ്. എന്നാൽ സനാതനം നിർമ്മിതിയെക്കുറിച്ചാണ് പറയുന്നത്, നാശത്തെക്കുറിച്ചല്ല എന്ന് വർമ്മ പറഞ്ഞു. ഇപ്പോൾ സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവിൽ നിന്ന് ലോകം മുഴുവൻ ആയുർവേദ ശാസ്ത്രം ലഭിച്ചപ്പോൾ അത് ശരിവയ്ക്കാൻ
യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും സിദ്ധാന്തങ്ങൾ വായിക്കേണ്ടത് എന്തിനാണ്? സസ്യങ്ങളുടെ ആയുർവേദ പേരുകൾ അറിയാതെ അവയുടെ ബോട്ടാനിക്കൽ പേരുകൾ എന്തിനു പഠിക്കണം എന്ന് അദ്ദേഹം ചോദിച്ചു. ഇപ്പം ഇന്നും ഇന്ത്യയിൽ മെക്കാലയുടെ വിദ്യാഭ്യാസ സംവിധാനം നിലനിൽക്കുന്നു എന്നത് ദൗർഭാഗ്യകരമാണ് എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് 75 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഗുരുകുല സമ്പ്രദായം നമുക്ക് പുനർജീവിക്കാൻ കഴിഞ്ഞില്ല. മുമ്പ് ഗ്രാമത്തിലെ വൈദ്യർക്ക് അത്ര പ്രാവീണ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആശുപത്രികൾ തുറക്കേണ്ടി വന്നിരുന്നില്ല. ആരും രോഗിയായില്ലെങ്കിൽ ആശുപത്രികൾ എന്തിനു വേണം? വീടുകളെ രക്ഷിക്കാനുള്ള ഏക മാർഗം പശുക്കളാണ് എന്നും വർമ്മ പറഞ്ഞു. കൂടാതെ രാസവിദ്യയുടെ പീരിയോഡിക് ടേബിൾ ഇന്നും പര്യാപ്തമായി ഇല്ലാത്തതിനാൽ ഗോമൂത്രത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ഘടകങ്ങളെയും തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂമിയെ നിർമ്മിക്കുന്ന 5 സംയുക്ത ഘടകങ്ങളെ ശുദ്ധീകരിക്കാൻ ആധുനിക ശാസ്ത്രത്തിന് വഴിയില്ല. ആ ശക്തി പ്രകൃതി പശുവിന് മാത്രമാണ് നൽകിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ 10 ലിറ്റർ മലിനജലം എടുത്ത് അതിൽ 200 മില്ലി അല്ലെങ്കിൽ 1/2 ലിറ്റർ ഗോമൂത്രം ചേർത്താൽ 24 മണിക്കൂറിനുള്ളിൽ അത് കുടിക്കാൻ യോഗ്യമായി തീരും. അതിൻ്റെ നിറമോ വാസനയോ മാറില്ല, എന്നാൽ അത് കുടിക്കാൻ പറ്റുന്നതായിരിക്കും എന്ന് വർമ്മ പറഞ്ഞു. ഗൗമഹാകുംഭിൽ ഗോമൂത്രത്തിൻ്റെ വൈദ്യ ഗുണങ്ങളെക്കുറിച്ച് വളരെയധികം പ്രസംഗങ്ങൾ നടന്നുവെങ്കിലും ഗോമൂത്രം കഴിച്ചതിന് ശേഷം ഗുരുതരമായ രോഗങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ച വ്യക്തികളുടെ യാതൊരുവിധ ഉദാഹരണങ്ങളോ തെളിവുകളോ പങ്കുവച്ചിട്ടില്ല. അപ്പോൾ പല സംഘടനകളും അവരുടെ അവകാശവാദങ്ങൾ ശക്തിപ്പെടുത്താൻ ആധുനിക ശാസ്ത്രത്തിൻ്റെ ചില ആശയങ്ങൾ ചേർത്ത് സംസാരിച്ചു. ഉദാഹരണത്തിന് പശു ചാണകത്തിൽ നിന്നുള്ള പ്ലാസ്റ്റർ വികീരണങ്ങളെ തടയുമെന്നും ഗോമൂത്രം തളിക്കുന്നതിലൂടെ പാമ്പുകളെ അകറ്റാമെന്നും പറഞ്ഞു. എന്നാൽ ഇവയ്ക്ക് ശാസ്ത്രീയമായ അടിസ്ഥാനമൊന്നും നൽകിയിരുന്നില്ല. അപ്പോൾ വാസ്തവത്തിൽ ഗോമൂത്രത്തിൻ്റെ ഗുണങ്ങൾ ക്ലിനിക്കൽ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കണമോ എന്ന ചോദ്യം നിരഞ്ജൻ കെ വർമ്മയോട് ഉന്നയിക്കുമ്പോൾ അദ്ദേഹം ശക്തമായി അതിന് എതിർപ്പ് പ്രകടിപ്പിക്കാനുണ്ടായി. അപ്പോൾ ഗോമൂത്രത്തിലെ എല്ലാ ഗുണങ്ങളെയും തിരിച്ചറിയാൻ ശാസ്ത്രം ഇനിയും പര്യാപ്തമായി പുരോഗമിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഭരണകക്ഷിയായ BJPയും സംഘപരിവാർ അനുബന്ധ സംഘടനകളും ഗോമൂത്രത്തിൻ്റെ ഇത്തരം വൈദ്യ ഗുണങ്ങളെ പ്രോത്സാഹിപ്പിച്ചുവെങ്കിലും ശാസ്ത്രലോകം ഇത്തരം അവകാശവാദങ്ങളെ അശാസ്ത്രീയമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. 2020 തന്നെ 500-ലധികം ശാസ്ത്രജ്ഞന്മാർ ഇന്ത്യൻ സർക്കാരിനോട് അപേക്ഷിച്ചിരുന്നു. സ്വദേശീയ പശുക്കളുടെ അദ്വിതീയത, അതുപോലെ തന്നെ ഗോമൂത്രം, ചാണകം, പാൽ എന്നിവയുടെ ചികിത്സാശേഷിയും പ്രത്യേകിച്ച് ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രപ്പോസലുകൾ പിൻവലിക്കണമെന്ന് അന്ന് തന്നെ സയൻസ് ഓർഗനൈസേഷൻ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ സംഘപരിവാർ ശക്തികൾ വിശ്വാസത്തെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി പശുവിൻ്റെ പേരിൽ സംരക്ഷണത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ ധ്രുവീകരണവും വിഭാഗതയും നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ശാസ്ത്രചിന്തയെ പിന്നോട്ടെടുപ്പിച്ച് അധോഗതിയും പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇതിനെതിരായി നല്ല ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലുകൾ അനിവാര്യമാണ്.